പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ MTS ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും. അത് ഡിസ്കഷൻ മാത്രമല്ല, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം പറയുന്നതായിരിക്കും. നമ്മുടെ SSC ബാങ്ക് പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്ക് ദിശ അക്കാഡമിയുടെ ബ്രാഞ്ചസ് കൊട്ടാരക്കരയും ട്രിവാൻഡ്രത്തുമുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് 27th ഈ മാസം 27th പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അഡ്മിഷൻ എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ SSC MTS കോഴ്സ് ഓൺലൈൻ കോഴ്സസ് അൺഅക്കാഡമി ആയിട്ട് ടൈപ്പായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓൺലൈൻ കോഴ്സസിൽ വീഡിയോ കോഴ്സസ് ആയിട്ടാണ് എല്ലാ ക്ലാസ്സും ഒരു ഓർഡറിൽ കവർ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഞങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടതാണ്. അടുത്തത് നമ്മളിന്ന് ടോപ്പിക് സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ബേസിക് നമുക്കറിയാലോ. എന്താണ് പവർ റൂളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഡിവിഷൻ്റെ പവർ റൂൾ എന്തായിരുന്നു? A⁻m ഡിവിഷൻ A⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? A⁻m-n അല്ലേ? അതാണ് നമ്മുടെ പവർ റൂൾ. അപ്പോൾ ഈ ഒരു റൂള് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ മതി. എന്താണ് അപ്പോൾ വരുന്നത്? നമ്മൾ ആദ്യമേ ബോട്ട് മാസ് റൂളിൽ പഠിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് തന്നെ ആദ്യം ചെയ്യണം. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള ഈ രണ്ടും നമുക്കങ്ങ് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ x⁵5 ഡിവിഷൻ x⁴ എന്ന് പറയുന്നത് എന്താണ്? x⁵5 -4 എന്നല്ലേ വരുന്നത് പവർ റൂൾ അനുസരിച്ച്? അങ്ങനെ വരും. എന്നിട്ട് ആ ബ്രാക്കറ്റ് അങ്ങനെ തന്നെ ഇടുക. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? x⁻1 എന്ന് കിട്ടും. x⁻1 അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളൊരു ഡിവിഷൻ x⁻2 എന്നുണ്ടല്ലോ. ഇതും നമുക്ക് പവർ റൂൾ വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യാം. അതെന്താണ്? x⁻1 - 2 എന്നല്ലേ വരിക? എന്ന് പറയുമ്പോൾ x⁻1 എന്നാണ്. x⁻1 നമ്മുടെ ഓപ്ഷനുണ്ട്, അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ചിലപ്പോൾ x⁻1 എന്ന ഓപ്ഷൻ തരാതെ ചിലപ്പോൾ 1/x എന്ന് കൊടുത്തേക്കും. അതും ആൻസർ തന്നെയാണ്. കാരണം ഈ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു x എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലാണ് എന്നാണ് അതിന്റെ മീൻ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ 1/x-നെയാണ് നമ്മൾ x⁻1 എന്ന് എഴുതുന്നത്. അതേപോലെ x⁻2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/x² ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് ബോട്ട് മാസ് റൂൾ പഠിക്കാം. ബോട്ട് മാസ് എന്ന് പറയുന്നത് എന്താണ്? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡർ തന്നെയാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം, പിന്നെ ഓഫ് ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഓഫ് എന്ന് പറഞ്ഞാൽ സാധാ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്, പക്ഷെ അതിന് പ്രയോറിറ്റി കൂടുതലാണ്. അത് ആദ്യം ചെയ്യാൻ നോക്കണം. ഇനി അടുത്തത് ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡിഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ്? ആദ്യമേ ഓഫ് കിടക്കുവാണ്. ഓഫ് നമുക്കങ്ങ് സോൾവ് ചെയ്യാം. ഓഫ് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 122 പ്ലസ് 16 × 3. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു തന്നെയാണ്. 16 × 3 എന്ന് പറഞ്ഞാൽ 48 അല്ലേ? ചെയ്ത് നോക്കിക്കേ. 16 × 3 നമ്മൾ ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കണം. എല്ലാം ഇങ്ങനെ ചെയ്ത് പഠിച്ച് എന്ന് വെച്ചാൽ ആദ്യം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ മനസ്സിൽ തന്നെ ഇങ്ങനെ കണക്ക് കൂട്ടണം 48 ആയിരിക്കുമെന്ന്. എന്നാലേ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റൂ. കാരണം എല്ലാവരും ഇപ്പോൾ നല്ല കോമ്പറ്റീഷൻ നല്ല ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരോ ട്രിക്സ് കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്താലേ കാര്യമുള്ളൂ. അതേപോലെ തന്നെ ഇനി ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഓഫ് കഴിഞ്ഞു, ഇനി ഡിവിഷൻ അല്ലേ ചെയ്യേണ്ടത്? ഇവിടെ ഇനി ബാക്കി ഡിവിഷൻ ആണ് പ്രയോറിറ്റി കൂടുതലായിട്ടുള്ളത്. അപ്പോൾ 20 ഡിവിഷൻ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 അല്ലേ? ഇനി ഇതെല്ലാം കൂടെ അങ്ങ് സോൾവ് ചെയ്താൽ പോരെ? പിന്നെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 122 48 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 170 അല്ലേ വരുന്നത്? 170 ഇനി 5 കുറയ്ക്കുക. 170 5 കുറയ്ക്കുമ്പോൾ എന്താണ്? 165. മനസ്സിലായല്ലോ? ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമുക്ക് ഈ ക്യൂബ്സ് ഒക്കെ അറിയാവോ? ക്യൂബ്സും സ്ക്വയേഴ്സും. നമ്മൾ ആദ്യമേ എന്താണ്? 4ന്റെ ക്യൂബ് എന്താണ്? 64 ആണ്. അതൊക്കെ പഠിച്ചു വെക്കണം. നമ്മൾ 15 വരെയുള്ള ക്യൂബെങ്കിലും പഠിക്കണം. അതേപോലെ തന്നെ 3ന്റെ സ്ക്വയർ എന്താണ്? 3ന്റെ സ്ക്വയർ 9. ഇനി ഒന്ന് സോൾവ് ചെയ്തേ. 56 ഉണ്ട് പ്ലസ് 64 മൈനസ് 3 × 3² എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് അങ്ങ് എടുത്താലും മതി. കാരണം എന്താണ്? നമ്മുടെ പവർ റൂൾ അനുസരിച്ച് 3/1 അല്ലേ ഇവിടെ? 3/1 × 3/2 അല്ലെങ്കിൽ അപ്പോൾ 3/3 എന്നാണ് വരേണ്ടത്. പ്രോഡക്റ്റ് റൂൾ അറിയാലോ പവറിന്റെ. A⁻m × A⁻n എന്ന് പറയുന്നത് A⁻m + n.
അപ്പോൾ നമുക്കിവിടെ 3/3 എന്നാണ് വരുന്നത്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, സാധാരണ പോലെ 9 × 3 അങ്ങ് ചെയ്താലും മതി. നമുക്ക് എന്നാലും പവർ റൂളും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് അങ്ങനെ ഒന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് 27 എന്നാണല്ലോ വരുന്നത്. ഇനി ഇതങ്ങ് സോൾവ് ചെയ്യുക. അഡിഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? 56ഉം 64ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10, 1, 120 എന്ന് വരും. ഇനി ഈ 120 27 അങ്ങ് മൈനസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണെന്ന് മനസ്സിലായി. അതിവിടെ ഒരു 3 ഉണ്ടായിരുന്നുള്ളെങ്കിൽ അതങ്ങ് ആൻസർ ആയിട്ട് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, ഒരു 3 കൂടെ ഉണ്ട്. ലാസ്റ്റ് 3 വരുന്ന 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തോ ചെയ്യാം, നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഇവിടെ 3 വരും. അപ്പോൾ ഇവിടെ 1 ആണ് വരുന്നത്. 11 2 മൈനസ് ചെയ്ത് എത്രയാണ്? 93. അപ്പോൾ 93 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 45 വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ്. 45 × x = 25% മാറ്റാൻ എന്താണ് ചെയ്യുന്നത്? ബൈ 100. അതെപ്പോഴും ഓർക്കണം. ഒരു നമ്പർ പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് മാറാൻ ഡിവൈഡ് ബൈ 100 ചെയ്യുക ഇൻറ്റു 900. നമുക്കിത് എളുപ്പമാണ്. ഈ 2 100ഉം ഈ 2 0യും ഈ 2 0യും നമുക്ക് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ സീറോസ് ക്യാൻസലായി. ആ സീറോസ് ക്യാൻസൽ ചെയ്യാനുള്ള വഴി എന്തുവാണ്? ഈ 100 എന്ന് പറഞ്ഞാൽ 10 × 10 ആണ്. 900 എന്ന് പറഞ്ഞാൽ 90 × 10 എന്ന് നമുക്ക് എഴുതാം. ഇവിടുത്തെ ഈ ഒരു സീറോയും ഈ സീറോയും കട്ട് ചെയ്ത് പോകും. അത് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് എഴുതിയതാണ്. അപ്പോൾ ഇനി ബാക്കി അങ്ങ് സോൾവ് ചെയ്താൽ മതി. നമ്മൾ ഇവിടെ ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്നില്ല. കാരണം ഈ 45 ഇത് മൊത്തം മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കിടക്കുന്നത്. എക്സിനെ ഒറ്റയ്ക്കാക്കുക എന്ന് പറയുമ്പോൾ ഈ 45 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പുറത്ത് ഡിവിഷൻ ആയിട്ട് വരും. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് പൊക്കോളൂ. ഇത് ഇനി 25 × 9 എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്ത സമയം കളയണ്ട. അപ്പോൾ എന്താ വരിക? എക്സ് ഈക്വൽ ടു 25 × 9 മുകളിൽ വരും. ഈ ഇവിടെ 45 മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആയിട്ട് വരും. അപ്പോൾ ബൈ 45. ഈ 9ഉം ഈ 45 ഇവിടെ കട്ട് ചെയ്യും. ഇവിടെ 5 വരും. ഈ 5 ഈ 25 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 5 വരും. ആൻസർ എന്താണ്? 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ചില പെർസെൻറ്റേജ് ട്രിക്സ് ഒക്കെ ഉണ്ട്. 25% ഇവിടെ നമ്മുടെ ഓഫ് കഴിഞ്ഞിട്ട് 100ന്റെ മൾട്ടിപ്പിൾസ് വന്നതുകൊണ്ടാണ് 25/100 എന്ന് ഇട്ടങ്ങ് ചെയ്തത്. ഇപ്പോ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നേക്കുവാണ്. 25% ഓഫ് 16 എന്നാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 25/100 എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ 16 ഇങ്ങനെ കട്ട് ചെയ്ത് പോകണ്ട. അതിനെക്കാട്ടിയും 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ആണ്. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ 25% എന്ന് പറഞ്ഞാൽ 25/100 അല്ലേ? 25/100 എന്ന് പറഞ്ഞാൽ 25 × 4 ആണ് 100. അപ്പോൾ 1/4 എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഇനി 1/4 × 16 ചെയ്താൽ പോരെ? 1/4 × 16 എന്ന് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 എന്ന് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ എവിടെയാണ് 100/100 യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതെന്നും എവിടെയാണ് 1/4 ഇട്ട് ചെയ്യേണ്ടതെന്നും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ അങ്ങനെ ചെയ്താൽ ശരിയാവും എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്ട്. ഇവിടെ സ്ക്വയേഴ്സിന്റെ യൂസേജ് വന്നത് കണ്ടോ? 23യുടെ സ്ക്വയർ എന്താണ്? 529. അപ്പോൾ 529 വന്നു. ഇനി ബാക്കി എന്തൊക്കെയുണ്ട്? 529 + √x = 625. ഇനി ഈ √xന് മാത്രം ഇവിടെ ഇടുക. ഈ 529 അപ്പുറത്തും ഉണ്ട്. ഈ പ്ലസ് ആയി കിടക്കുന്നത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? √x = 625 - 529. ഈ ഇത് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വരും? 6 എന്ന് വരും. ഇവിടെ 11 11 2 96 എന്ന് വരും. അപ്പോൾ √x ആണ് നമുക്ക് 96 എന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ റൂട്ട് അങ്ങ് പോകണമെങ്കിൽ √x = 96. ഈ റൂട്ട് പോകാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യും? സ്ക്വയർ ചെയ്താലല്ലേ റൂട്ട് പോകൂ. അപ്പോൾ അവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്യുക. ഒരു ഓപ്പറേഷൻ ഇവിടെ ചെയ്യുവാണ്. നമ്മളിവിടെ വെറുതെ ഒരു ഓപ്പറേഷൻ ചെയ്തതല്ലേ? സ്ക്വയറിങ് നമ്മളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അപ്പുറത്തും കൂടെ ഇട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകത്തില്ല. അപ്പോൾ രണ്ട് സ്ഥലത്തും സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ √x മാറി x = 96 സ്ക്വയർ എന്ന് വരും. 96 സ്ക്വയർ നിങ്ങൾ ആദ്യം ഈ 96ന്റെ സ്ക്വയർ കാണുമ്പോഴേ നിങ്ങൾ ഓപ്ഷനിലോട്ടൊന്ന് നോക്കുക. ഈ 6ന്റെ സ്ക്വയർ എപ്പോഴും എന്താണ് വരുന്നത്? 6ന്റെ സ്ക്വയർ 36 ആണ് വരുന്നത്. അതേപോലെ 16ന്റെ സ്ക്വയർ എത്രയാണ്? 256 ആണ് വരുന്നത്. അതേപോലെ 26ന്റെ സ്ക്വയർ എത്രയാണ് വന്നത്? 26ന്റെ സ്ക്വയർ 676 ആണ് വരുന്നത്. 676.
അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിക്കേ, 6 6 6. എല്ലാത്തിന്റെയും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 തന്നെയാണ്. അപ്പോഴ് ഒന്ന് ഓർക്കുക, 6ന്റെ ഇപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് യൂണിറ്റ് പ്ലേസിൽ 6 വരുന്ന ഡിജിറ്റിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറിലും ലാസ്റ്റ് ഡിജിറ്റ് 6 തന്നെയാണ് വരുന്നത്. അപ്പോൾ ആൻസർ ഇപ്പൊ 96ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും എന്ന് മനസ്സിലായി. ഇപ്പൊ ഇവിടെ 6 ഉണ്ട്, അതുകൊണ്ട് ഇത് തന്നെ അങ്ങ് ആൻസർ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ അഥവാ ഇവിടെയും 6 ഇവിടെയും 6 ഒക്കെയാണ് തന്നിരുന്നെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇത് പിന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ഇവിടെ ആൻസർ നമുക്കുണ്ട്, അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്യാം. അടുത്തത് എവിടാണ്? അടുത്ത 15 പ്ലസ് 3 into 1.1 ഡിവിഷൻ 0.0003 ഇതല്ലേ? അപ്പോ ഒന്ന് നോക്കിക്കേ, ഈ മുകളിൽ കിടക്കുന്നത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. 3 into 1.1 എന്ന് പറഞ്ഞാൽ 15 plus 3.3 ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിനോമിനേറ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ പോയിന്റ് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഡിനോമിനേറ്ററിന്റെ പോയിന്റ് മാറ്റണം. ഡിനോമിനേറ്ററിന്റെ പോയിന്റ് മാറ്റാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഇൻറ്റു ചെയ്യും. എന്തിട്ട് ഇൻറ്റു ചെയ്യും? ഇവിടെ ഡിനോമിനേറ്ററിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ട്? 1 2 3 4 പേരുണ്ട്. അപ്പൊ നമ്മൾ 10,000 വെച്ചിട്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. 18.3 ഡിവൈഡഡ് ബൈ 0.0003 ഇൻറ്റു 10,000. കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് ഉണ്ട്, അതുകൊണ്ട് 10,000 വെച്ചിട്ട് നമ്മൾ അങ്ങ് ഇൻറ്റു ചെയ്യാം. ഇൻറ്റു 10,000 ഈക്വൽ ടു 183,000. കാരണം എന്താണ്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം മാറണം? 1 2 3 4 സ്ഥാനം മാറണം. ഒരു സ്ഥാനം മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കി 3 പൂജ്യം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അപ്പൊ എത്രയാവും? ഈ പോയിന്റ് എല്ലാം കൂടെ മാറി 3 മാത്രമാണ് ബാക്കി വരുന്നത്. കാരണം 1 സ്ഥാനം 2 സ്ഥാനം 3 സ്ഥാനം 4 സ്ഥാനം 3 ബാക്കി വരുന്നത്. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്തുകൂടെ 3 വെച്ചിട്ട്? 61000. അപ്പൊ 61000 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത എന്താണ്? 7 into 7 ഓഫ് 3 എന്നല്ലേ കിടക്കുന്നത്? ഓഫ് 3 എന്ന് പറയുന്നത് 7 into 3 അങ്ങ് ചെയ്യാം. ഓഫ് ഉള്ളത് ആദ്യമേ ചെയ്യാം. 7 into 3 എന്ന് പറയുമ്പോൾ 21 ആണ്. 21 ഡിവൈഡഡ് ബൈ 3 മൈനസ് 14x ഈക്വൽ ടു 7. ഇനി ഇതാണ് ചെയ്യേണ്ടത്. 3യും 21 കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 7 എന്ന് വരണം. അപ്പൊ 49 മൈനസ് 14x ഈക്വൽ ടു 7 എന്ന് വരും. അതേപോലെ തന്നെ ഇവിടെ മൈനസ് ആയിട്ടല്ലേ x കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ, ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ 14x ഈക്വൽ ടു ഈ 7 ആണെങ്കിൽ ഈ 7 ഇപ്പൊ എന്താണ്? ഇവിടെ പ്ലസ് ആയിട്ടാണ് കിടക്കുന്നത്, പ്ലസ് ആണ്. അതിന് നമ്മൾ എന്തോ ചെയ്യും? അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -7 എന്നല്ലേ വരുന്നത്? 49 മൈനസ് 7 എന്ന് വരും. അപ്പൊ 49 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 42 അല്ലേ? 42 മൈനസ് 14x എന്ന് വരും. x അപ്പൊ എന്താ വരുന്നത്? ഇവിടെ 14 മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുവാണ്. അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 42 ഡിവൈഡ് ബൈ 14 എന്ന് പറയുന്ന 14 into 3 ഒന്ന് ചെയ്ത് നോക്കിയേ. 12 1 42. അപ്പോൾ 42 ഇവിടെ കട്ട് ചെയ്ത് 3 എന്നാണ് ആൻസർ വരുന്നത്. 14 into 3 ആണ് 42. അപ്പൊ നമുക്ക് ആൻസർ 3 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ബ്രാക്കറ്റിലുള്ളത് ആദ്യമേ സോൾവ് ചെയ്യാം. ബ്രാക്കറ്റിൽ ആദ്യമേ ഏതാണ്? ഓഫ് ഉണ്ട്. അപ്പൊ ഓഫ് നമ്മൾ സോൾവ് ചെയ്യാം. ഓഫ് ഇതിന്റെ ആൻസർ എന്താ വരും? 4 എന്ന് വരുമല്ലോ. പിന്നെ ബാക്കി -2 അവിടെ കിടന്നോട്ട്. ഇനി അടുത്ത -2 ഡിവിഷൻ 2 എന്നാണ്. അപ്പൊ ഇത് കൂടെ കട്ട് ചെയ്ത് 1 എന്ന് വരും. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? രണ്ട് മൈനസ് നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടത്? -2 -1 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തോ ചെയ്യണം? ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കുക. -2 -1 എന്ന് പറയുമ്പോൾ 4 - 3 എന്നല്ലേ വരുന്നത്? -3 എന്നാണ് വരുന്നത്. കാരണം രണ്ട് നമ്പേഴ്സ് ഇപ്പൊ നെഗറ്റീവ് ആണ്. ഒന്ന് -2ഉം ഒന്ന് -1ഉം ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തോ ചെയ്യണം? ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കുക. 2 + 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. എന്നിട്ട് മൈനസ് സൈൻ കൊടുക്കുക. അപ്പൊ 4 - 3 നമുക്ക് 1 എന്നല്ലേ കിട്ടിയത്? അപ്പൊ ഈ ബ്രാക്കറ്റ് പോയി. ബ്രാക്കറ്റിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി ബ്രാക്കറ്റിന്റെ ഫ്രണ്ടിൽ ആരുണ്ട്? 2 ഉണ്ട്. അപ്പൊ 1 × 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തന്നെ കിട്ടി. ഇനി പ്ലസ്, ഇനി ഇവിടെ എന്താണ്? പ്ലസ് ഈ 2 ഡിവിഷൻ 2 ഉണ്ട്. 2 ഡിവിഷൻ 2 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 2 ഡിവിഷൻ 2 1 അല്ലേ വരുന്നത്?
ഇനി ആ 1 ഇൻറ്റു 2 ചെയ്യണ്ടേ? 1 ഇൻറ്റു 2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇവിടെ 2 എന്ന് വരും. ഇതിന്റെ ഇത്രയുമാണ് നമ്മൾ ചെയ്തത്. അതിന്റെ ആൻസർ ആണ് നമുക്ക് 2 എന്ന് കിട്ടിയത്. അതിന്റെ മുമ്പിൽ എന്ത് സൈനാ കിടക്കുന്നത്? മൈനസ് സൈൻ. ആ മൈനസ് സൈൻ എവിടോട്ട് ഇടുക? അതേപോലെ അതിന്റെ ഫ്രണ്ടിൽ ഒരു 2 കൂടെ ഉണ്ട്, ആ 2 കൂടെ ഇടുക. 2 മൈനസ് 2 എന്ന് പറയുന്നത് 0 ആണ്. 0യും പിന്നെ ഒരു പ്ലസ് 2 കൂടെ ഉണ്ട്. അപ്പൊ 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. സ്ക്വയേഴ്സ് എല്ലാം പഠിക്കണം. 5ന്റെ സ്ക്വയർ എന്താണ്? 25 പ്ലസ് 6ന്റെ സ്ക്വയർ എന്താണ്? 36 പ്ലസ് 30യുടെ സ്ക്വയർ എന്താണ്? 900 ഈക്വൽ ടു എക്സ് സ്ക്വയർ. നേരത്തെ റൂട്ട് എക്സ് വന്നപ്പോഴുള്ള മാറ്റവും എക്സ് സ്ക്വയർ ഉള്ളപ്പോൾ എക്സ് കണ്ടുപിടിക്കുന്ന മാറ്റവും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അതിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ 25 നമ്മൾ ഇനി ചെയ്യേണ്ട ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുക. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 900 പ്ലസ് 36 936, പിന്നെ അതിൻ്റെ കൂടെ 25 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 961 എന്ന് കിട്ടും. 961 ആണ് എക്സ് സ്ക്വയർ എന്ന്. ഇനി എക്സ് സ്ക്വയർ എന്ന് എക്സ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ എക്സ് ഇൻറ്റു എക്സ് എന്നാണ് കിടക്കുന്നത്. അപ്പൊ എക്സ് സ്ക്വയറിന് എക്സ് കണ്ടുപിടിക്കാൻ ഇവിടെ റൂട്ട് എടുക്കണം. ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ റൂട്ട് എടുക്കണം. അപ്പൊ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 961 എന്ന് പറഞ്ഞാൽ 31 ഇൻറ്റു 31 ആണ് 961. അപ്പോഴേ നമുക്ക് ഇവിടെ ആൻസർ എന്ത് വരും? 31 ആണ്. റൂട്ട് ഓഫ് 31 ഇൻറ്റു 31 എന്ന് പറയുന്ന ഈ ഒരു പേര് വെളിയിൽ വരുമ്പോൾ 31 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. എക്സിന്റെ വാല്യൂ 31. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അകത്തുള്ള കുഞ്ഞു റൂട്ട് ആദ്യമേ സോൾവ് ചെയ്യാം. ഈ ഒരു റൂട്ടിന്റെ വാല്യൂ എത്ര വരും? ഈ ഒരു റൂട്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് 144 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ഇൻറ്റു 12 ആണ് 144. അതിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 12 അല്ലേ വരുന്നത്. അപ്പോ അതിന്റെ ആൻസർ 12 എന്ന് കിട്ടി. ഇനി ഈ റൂട്ട് 4ന്റെ ആൻസർ നമുക്കറിയാം 2 ആണ്. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ ആൻസർ 2 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. റൂട്ട് 14 എന്നാണ് വരുന്നത്. റൂട്ട് 14 നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും നമുക്ക് ഈ ഓപ്ഷൻ വെച്ചിട്ട് ഏത് റേഞ്ചിൽ വരുമെന്ന് നമുക്കൊരു എസ്റ്റിമേഷൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊന്ന് നോക്കിക്കേ, എന്താണ് 4ന്റെ സ്ക്വയർ 16 എന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ 16 ഇതിനെക്കാട്ടിയും വലുതല്ലേ? റൂട്ട് ഓഫ് 14 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞാൽ 4 അല്ലേ വരുന്നത്. റൂട്ട് ഓഫ് 16 4 ആണ്. അതേപോലെ തന്നെ 4ന് മുമ്പുള്ളത് പിന്നെ 9 ആണ്. റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 9ന്റെയും റൂട്ട് ഓഫ് 16ന്റെയും ഇടയ്ക്കുള്ള വാല്യൂ ആണ് വരുന്നത് അല്ലേ? റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്. റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അപ്പൊ 3ന്റെയും 4ന്റെയും ഇടയ്ക്കുള്ള വാല്യൂ ഈ ഓപ്ഷൻ നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ? അത് ഏതാണ്? 3.74 എന്നാണ് വരുന്നത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഈ റൂട്ടിലുള്ളത് അങ്ങ് സോൾവ് ചെയ്യുക. 3/1/16 എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുവാണ്. അതിന് ഇംപ്രോപ്പർ ആക്കുക. ഇംപ്രോപ്പർ ആക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ കിടക്കുന്ന നമ്പറും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 3 എന്ന് ചെയ്യുക. എന്നിട്ട് ആ ആൻസറിൻ്റെ കൂടെ ഈ 1 പ്ലസ് ചെയ്യുക. +1 ഡിവിഷൻ ആ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതിയാൽ മതി. ന്യൂമറേറ്ററിനാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. 16 ഇൻറ്റു 3 ചെയ്യുക, അതിലൂടെ 1 ചെയ്യുക. നമ്മൾ നേരത്തെ 16 ഇൻറ്റു 3 ചെയ്തായിരുന്നു. 48 വന്നത് ഓർമ്മയുണ്ടോ? 16 ഇൻറ്റു 3 നമ്മൾ ചെയ്തപ്പോൾ 48 പ്ലസ് 1 ഡിവൈഡ് ബൈ 16. 48 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 49/16 എന്നാണ് വരുന്നത്. അപ്പൊ റൂട്ടിന്റെ അകത്ത് 49/16 പ്ലസ് 1/2 മൈനസ് 3/4 എന്നാണ് വരുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, റൂട്ട് ഓഫ് 49/16 എന്ന് പറഞ്ഞാൽ 49 എന്തിന്റെ സ്ക്വയർ ആണ്? 7ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ നമ്മുടെ 49ന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്താ വരുന്നത്? റൂട്ട് 49ഉം റൂട്ട് 16ഉം അങ്ങ് എടുത്താൽ മതി. എന്താണ് വരുന്നത്? റൂട്ട് 49 എന്ന് പറഞ്ഞാൽ 7 എന്ന് വരും. അതേപോലെ തന്നെ റൂട്ട് 16 എന്ന് പറയുന്നത് എത്രയാണ്? 4 എന്ന് വരും. അപ്പൊ 7/4 പ്ലസ് 1/2 മൈനസ് 3/4. സ്ഥലം കഴിഞ്ഞാലോ, മുകളിലോട്ട്. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന 7/4 പ്ലസ് 1/2 മൈനസ് 3/4 എന്നാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ 4 കോമൺ ഡിനോമിനേറ്റർ ഉള്ളത് ഈ രണ്ട് നമ്പറിനാണ് അല്ലേ? അപ്പൊ ആ രണ്ട് നമ്പർ നമുക്ക് ആദ്യമേ അങ്ങ് ചെയ്യാം. 7/4 മൈനസ് 3/4 പ്ലസ് 1/2.
7 ഇതെന്ന് പറയുമ്പോൾ 7 - 3 അങ്ങ് ചെയ്താൽ പോരെ. 7 - 3 എത്രയാണ്? 4 ആണ്. അപ്പോൾ 4/4 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. 4/4 പ്ലസ് 1/2. 4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3/2 എന്നല്ലേ വരുന്നത്. 1 എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ അറിയാമല്ലോ. 1 എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിനോമിനേറ്റർ 1 ആണ്, പ്ലസ് 1/2. 1ന്റെ ഡിനോമിനേറ്റർ 1 ആണല്ലോ. ഈ LC എടുക്കുമ്പോൾ 2 എന്ന് വരും. അപ്പോൾ ഇവിടെ 2 ആക്കാൻ വേണ്ടി ഇൻറ്റു 2 ചെയ്യണം. അപ്പൊ 2/2 പ്ലസ് 1/2 എന്ന് പറയുന്നത് 3/2. അതാണ് ഇങ്ങനെ കിട്ടിയത്. ഇനി നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാം 1 എന്നും പിന്നെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ എന്തോ ചെയ്യണ്ടേ? ഈ 3നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. നമുക്ക് അല്ലാതെ ഇങ്ങനെ എഴുതണമെന്നില്ല, നമുക്ക് മനസ്സിൽ തന്നെ മനസ്സിലാവും. 3/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ 1 വെച്ചിട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും, 1. ഇനി മിക്സഡ് ഫ്രാക്ഷനിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? ഈ മേളിൽ കിടക്കുന്ന നമ്പർ ആണ് ഇവിടെ വരുന്നത്. അതേപോലെ ഈ ഇവിടെ റിമൈൻഡർ വന്ന നമ്പറിനെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ആ ഡിവിഷൻ ഇവിടെ കിടക്കുന്ന നമ്പറാണ് നമ്മുടെ ഡിനോമിനേറ്റർ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു.